നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതുവർഷം ആരംഭിച്ചതോടുകൂടി UAE പുതിയ മാറ്റങ്ങളിലേക്ക് കടക്കുകയാണ്. അതെ, ഇനി വരാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് UAE ഭരണാധികാരി മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സ്വദേശവൽക്കരണം ശക്തമാക്കുന്നതുൾപ്പെടെ 2023 UAEയുടെ മുൻഗണനാ ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇമറാത്തി എന്ന ദേശീയ ഐഡന്റിറ്റി ഏകീകരിക്കുന്നതിൽ പുതുവർഷം UAE ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് മുൻഗണനകളിൽ ആദ്യത്തേതെന്ന് ഷെയ്ഖ് മുഹമ്മദ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. പരിസ്ഥിതി സംരക്ഷണവും അതിന്റെ സുസ്ഥിരത സംരക്ഷിക്കലുമാണ് രണ്ടാമത്തെ മുൻഗണനാ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയുടെ വികസനം, രാജ്യത്ത് തൊഴിൽ മേഖലയിലെ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തൽ, ലോകമെമ്പാടും UAEയുടെ സാമ്പത്തിക പങ്കാളിത്തം വിപുലീകരിക്കൽ എന്നിവയാണ് മറ്റ് 3 മുൻഗണനകളെന്നും ഷെയ്ഖ് മുഹമ്മദ് പ്രഖ്യാപിച്ചു. 2020 രാജ്യം കൈവരിച്ച പുരോഗതിയെ പ്രകീർത്തിച്ച ദുബായ് ഭരണാധികാരി വരുന്ന 12 മാസങ്ങളിൽ രാജ്യം അതിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കാത്തിരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സാഹചര്യങ്ങളോട് ഏറ്റവും നന്നായി പൊരുത്തപ്പെടാൻ കഴിയുന്ന സർക്കാരുകളിലൊന്നാണ് UAEയുടേതെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. അങ്ങനെ 2022 പ്രവർത്തന ഫലങ്ങൾ ഞങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ അവലോകനം ചെയ്തു. ഈ കാലയളവിൽ മന്ത്രിസഭ 900-ലധികം തീരുമാനങ്ങൾ പുറപ്പെടുവിച്ചു. മൊത്തം 22 സർക്കാർ നയങ്ങൾ വികസിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. 68 ഫെഡറൽ നിയമങ്ങൾ പരിഷ്കരിച്ച് പുറപ്പെടുവിച്ചു. 113 ദേശീയ നിയന്ത്രണ ചട്ടങ്ങൾ തയ്യാറാക്കുകയും അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, അടിസ്ഥാന സൗകര്യ, ഡിജിറ്റൽ മേഖലകളെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നതിനായി വിവിധ അന്താരാഷ്ട്ര കരാറുകളിൽ 2022 രാജ്യം ഒപ്പുവെക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. 2022 110 ഫെഡറൽ ലോക്കൽ അതോറിറ്റികളിൽ നിന്നും 50 സ്വകാര്യ മേഖലാ ഏജൻസികളിൽ നിന്നുമായി 120-ലധികം ടീമുകളെ സർക്കാർ രൂപീകരിച്ചു. രാജ്യവും ലോകവും കടന്നുപോയ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഉതകുന്ന രീതിയിൽ 100-ലധികം ഫെഡറൽ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ നിയന്ത്രണ നിയമങ്ങൾ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇവയിലൂടെ രാജ്യത്തിന് സാധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതുകൂടാതെ 2022 നിരവധി വികസന, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താൻ UAEക്ക് സാധിച്ചതായും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 339 വികസന, സാമ്പത്തിക, സാമൂഹിക സൂചകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 5 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യം സ്ഥാനം പിടിച്ചു. UAEയെ ലോകത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കാനുള്ള തങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2023 ഞങ്ങൾ ഒരു പുതിയ യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം അതിനോട് തന്നെയാണ് മത്സരിക്കുന്നത്. ദൈവം വേണ്ടുവച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമാകാൻ അത് സമയത്തോട് മത്സരിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി കാഴ്ചപ്പാടുകളാണ് മുന്നോട്ട് കുതിക്കാൻ UAEക്കായി ഭരണാധികാരികൾ ഒരുക്കുന്നത്. ഇതിനായി പ്രവാസികൾ കാത്തിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.